ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് മുൻപിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് 7 ഡെലിഗേറ്റ് സംഘത്തെ ലോകരാജ്യങ്ങളിലേക്ക് അയച്ചത്. വാസ്തവത്തിൽ ഈ ദൗത്യം കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്. മോദിയുടെ കൃത്യമായ സർജിക്കൽ സ്ട്രൈക്കിനെ ഫലം ചെയ്യുന്നു. തരൂരിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം വിവാദം. തരൂരിനെ ബിജെപിയുടെ സൂപ്പർ സ്പോക്സ് പേഴ്സൺ എന്നാണ് കോൺഗ്രസ് വക്താവ് വിശേഷിപ്പിച്ചത്. തരൂര് ചിരിച്ചുകൊണ്ടത് തള്ളിക്കളഞ്ഞു. രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നത് ബിജെപിക്ക് വേണ്ടിയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ താൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. കോൺഗ്രസ് തരൂരിനെ പുറത്താക്കാൻ കോപ്പുകൂട്ടുന്നതിനിടയിൽ മുൻ വിദേശകാര്യമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ സൽമാൻ ഖുർഷിദ് എന്ന മുസ്ലിം നേതാവ് സമാനമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പോയ സൽമാൻ ഖുർഷിദ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മോദി സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായിരുന്നു. ഇതിനെ കോൺഗ്രസ് ഔദ്യോഗികമായി എതിർക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് വഴി കാശ്മീരിൽ വലിയ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയിരിക്കുന്നു. കാശ്മീരികൾ പ്രോസ്പെരിറ്റിയിലേക്ക്, വളർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക് മുന്നേറുന്നു എന്നാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 65% പേർ വോട്ട് ചെയ്തു. നേരത്തെ ആർട്ടിക്കിൾ 370 ഉള്ളപ്പോൾ, കശ്മീരിന് സ്വയംഭരണമുള്ളപ്പോൾ പകുതി ആളുകൾ പോലും വോട്ട് ചെയ്യാൻ എത്തുമായിരുന്നില്ല. ജനാധിപത്യത്തിൽ കശ്മീരികൾ വിശ്വസിക്കുന്നു. കശ്മീരിലെ ഭീകരവാദികളുടെ ആക്രമണം ഇല്ലാതാകുന്നു. കശ്മീരിൽ വലിയ വികസനം വന്നുകൊണ്ടിരിക്കുന്നു. കശ്മീരി ജനത അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഭാഗമായി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് സുപ്രധാനമായ ഒരു കാൽവയ്പാണ് എന്ന് ഇന്തോനേഷ്യയിൽ പോയി പ്രഖ്യാപിക്കുകയാണ് മുൻ വിദേശകാര്യമന്ത്രി കൂടിയായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദ്. ഖുർഷിദിനോട് ഇനി കോൺഗ്രസ് എന്ത് പറയും? രാഹുൽ ഗാന്ധി എന്ത് പറയും? അതും ഖുർഷിദും തരൂരിനെ പോലെ ബിജെപിയുടെ സൂപ്പർ സ്പോക്സ് പേഴ്സൺ ആണെന്ന് പറയുമോ?